എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സോഷ്യോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ആശ്രിത അനുപാതം നിർവചിക്കുക. Define dependency ratio. Answer. ആശ്രയിക്കുന്ന വ്യക്തികളുടെ എണ്ണം ജോലി ചെയ്യുന്ന പ്രായത്തിലുള്ളവരുടെ എണ്ണവുമായി താരതമ്യം ചെയ്യുന്നതിനെയാണ് ആശ്രിത അനുപാതം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം സ്ത്രീ പുരുഷാനുപാതം എന്ന ആശയം വിശദീകരിക്കുക. Describe the idea of sex ratio. Answer. ഒരു നിശ്ചിത പ്രദേശത്ത് ഒരു നിശ്ചിത കാലയളവിൽ 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ ഉണ്ടെന്ന് എന്നതാണ് സ്ത്രീ പുരുഷാനുപാതം. അടുത്ത ചോദ്യം ദേശീയ കുടുംബാസൂത്രണ പരിപാടിയുടെ സവിശേഷതകൾ വിവരിക്കുക. Explain the features of National Family Planning Program of India. Answer. ലോകത്ത് ആദ്യമായി കുടുംബാസൂത്രണം കൊണ്ടുവന്നത് ഇന്ത്യയിലാണ്. ദേശീയ കുടുംബാസൂത്രണ പദ്ധതി 1952 നടപ്പാക്കിയെങ്കിലും ഇന്ത്യയിൽ ജനസംഖ്യയിൽ 1.5 മില്യൺ ജനങ്ങൾ ഓരോ വർഷം കൂടിക്കൊണ്ടിരുന്നു. ലക്ഷ്യങ്ങൾ ജനനനിരക്ക് കുറയ്ക്കുക എന്നതായിരുന്നു പ്രധാന പൊതുജന ആരോഗ്യം വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ ചെറിയ കുടുംബം എന്ന ലക്ഷ്യത്തിലെത്തുക. ദേശീയ കുടുംബാസൂത്രണ പദ്ധതിയുടെ പേര് മാറ്റി നാഷണൽ ഫാമിലി വെൽഫെയർ പ്രോഗ്രാം എന്ന ആക്കി മാറ്റി. ഇതിലൂടെ നിർബന്ധിത കുടുംബാസൂത്രണം നിർത്തലാക്കുകയും ചെയ്തു. ഇതിന്റെ കാരണങ്ങൾ ജനനനിരക്ക് കുറയ്ക്കാൻ സാധിച്ചില്ല, ആരോഗ്യ പ്രവർത്തനങ്ങൾ വ്യാപിക്കാൻ സാധിച്ചില്ല തുടങ്ങിയവയാണ്. അടുത്ത ചോദ്യം ജനസംഖ്യ വളർച്ചയെക്കുറിച്ചുള്ള മാത്യൂസിയൻ സിദ്ധാന്തത്തെ വിമർശനാത്മകമായി വിലയിരുത്തുക. Critically evaluate the Malthusian theory of population growth. Answer. തോമസ് റോബർട്ട് മാൽത്തൂസ് ആണ് ഈ സിദ്ധാന്തം മുന്നോട്ട് കൊണ്ടുവന്നത്. മനുഷ്യന്റെ ഉപജീവനമാർഗങ്ങളുടെ വളർച്ച നിരക്കിലും അധികമാണ് ജനസംഖ്യ വളർച്ചയെന്ന സിദ്ധാന്തമാണ് മാൽത്തൂസ് നൽകിയത്. ജനസംഖ്യ വർധനവ് ഭക്ഷ്യ ദൗർബല്യം ഉണ്ടാകാൻ കാരണമാകുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജനസംഖ്യ വർദ്ധിക്കുന്നത് ജാമ്യതീയ ക്രമത്തിൽ 2, 4, 8, 16 എന്നിങ്ങനെയും കാർഷിക ഉത്പാദനം സമാന്തര ശ്രേണിയിൽ 2, 4, 6, 8, 10 എന്നിങ്ങനെയൊന്നും പറഞ്ഞു. അത് നിയന്ത്രിക്കാൻ മാർഗങ്ങൾ ജനങ്ങൾ ബോധപൂർവം സ്വീകരിക്കുന്ന മാർഗങ്ങൾ ഗുണനാത്മകമായ നിയന്ത്രണങ്ങൾ എന്നിങ്ങനെയാണ്. ഈ സിദ്ധാന്തത്തിന്റെ വിമർശനങ്ങൾ 18ാം നൂറ്റാണ്ടിന് അവസാനത്തിൽ യൂറോപ്പിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി. ഈ സാഹചര്യങ്ങൾ മൂലം മാത്യൂസ് സിദ്ധാന്തം വിമർശിക്കപ്പെട്ടു. 20ാം നൂറ്റാണ്ട് ആദ്യ പകുതിയുടെ അവസാനത്തോട് ആധുനിക ആരോഗ്യ പദ്ധതികൾ ആവിഷ്കരിക്കുകയും പകർച്ചവ്യാധികൾ നിയന്ത്രിക്കപ്പെടുകയും ചെയ്തു. ജീവിതം നിലവാരം ഉയർന്നുകൊണ്ടിരിക്കുന്നു. ദാരിദ്ര്യത്തിന്റെ കാരണം ജനസംഖ്യ വർധനവ് അല്ല, പകരം വിഭവങ്ങളുടെ അസന്തുലിതാവസ്ഥ മൂലമാണ്. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്.